ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എനിക്ക് വളരെ വ്യക്തമായി അറിയാം, ഇനി 10 ദിവസങ്ങൾ ഈ മഹാഗാഥയ്ക്ക് അന്ത്യത്തിനായി ഈ മെഹക്കും ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ദ്രനീലവുമായി മെഹക് കടൽ തീരത്ത് നിന്നും നടന്നുപോയി. ഇതേ സമയം ഗുജറാൾ വീട്ടിൽ പ്രാർത്ഥന പ്രീതിയോടായി പറഞ്ഞു, പ്രീതി, ജീവനച്ചൻ ഉടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അല്ല പ്രീതി, നീ എവിടേക്ക് പോകാനാ ഇങ്ങനെ റെഡിയാകുന്നത്? ഏയ്, ഞാനിവിടെ ഒരു ബിസിനസ് വർക്കിന് വേണ്ടിയാ. അല്ല പ്രാർത്ഥന, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നിനക്കും വേണ്ടേ ഒരു വിവാഹം? ഞാൻ പോകുന്നതിന് മുൻപ് ഒരു തീരുമാനം പറയണം. മരിച്ചുപോയ രുദ്രൻ ചേട്ടനെ ഓർത്ത് നീ ഇനിയും എത്ര കാലം ഈ ഒറ്റയ്ക്കുള്ള യാത്ര തുടരും? അറിയില്ല പ്രീതി, എനിക്കറിയില്ല. പക്ഷേ രുദ്രൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ. പക്ഷേ അതെല്ലാം മാറിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന 3.5 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ സ്വയം ആലോചിക്കാൻ തുടങ്ങി. സീൻ 6. രുദ്രനുമായി വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നാഗലോകത്ത് വലിയ ഒരു സംഘർഷം വന്നത്. ഇനി നാഗലോകത്തിൽ ഒരിക്കലും മത്സ്യനാഗിനിയായ ഒരുവളെ അധികാരത്തിലിരുത്താൻ പാടില്ല. അവൾ മത്സ്യലോകത്തിന്റെ പുത്രിയാണ്. അവൾ നാഗകനികയായിരിക്കാം, പക്ഷേ അവളുടെ അമ്മയും അച്ഛനും മത്സ്യലോകത്തിൻ്റെതാണ്. ഏതു വിധേനയും അവർ നാഗലോകത്തെ നശിപ്പിക്കാൻ നോക്കും. പ്രജകൾ ഒന്നടങ്കം ഈ വിവരം നാഗറാണി അമ്മയെ അറിയിച്ചപ്പോൾ പ്രാർത്ഥനയെ നാഗലോകത്തിന്റെ പദവിയിൽ നിന്നും മാറ്റാൻ അവരെല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ? എത്രയൊക്കെ അവളെ അകറ്റാൻ ശ്രമിച്ചാലും അവൾ ഈ നാഗലോകത്തിന്റെ കൂടി അവകാശിയാണ്. അവളെ വകവരുത്തുകയല്ലാതെ മറ്റൊരു വഴിയില്ല. അവളെ നശിപ്പിക്കണം നാഗറാണിയമ്മേ. ഇല്ലെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ ആ ശേഷ മത്സ്യകന്യകയുടെ മകളായ പ്രാർത്ഥന നമ്മളെ ചതിക്കും. ഓർമ്മയുണ്ടല്ലോ, പ്രാർത്ഥനയുടെ അമ്മയായ പ്രദയുടെ അമ്മ മേഘ ഒരു മഹാമത്സ്യറാണിയായിരുന്നു. ആ മേഘയുടെ ചേച്ചി ലേ എന്ന മത്സ്യകന്യക വിവാഹം ചെയ്തത് നമ്മുടെ നാഗരാജാവാകേണ്ടിയിരുന്ന വിക്രാന്ത് എന്ന നാഗത്തെയായിരുന്നു. എന്നിട്ടെന്തായി? എത്ര നാൾ നീണ്ടുപോയി ആ ബന്ധം? നാഗലോകത്തിന്റെ ഭാവി തലമുറകളെ സൃഷ്ടിക്കേണ്ട നമ്മുടെ രാജാവായിരുന്ന വിക്രാന്തിനെ ആ ലയ കൊന്നു. അതേ കുടുംബത്തിലെയല്ലേ ഈ പറഞ്ഞ പ്രാർത്ഥനയും? അവളും നമ്മുടെ നാഗലോകത്തിനെ ചതിക്കും. നാഗറാണി അമ്മയ്ക്കറിയോ, ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂട്ടായി ഇന്നവളുടെ കൂടെ നിൽക്കുന്നത് ആ ലയ എന്ന വിഷ്ണുപ്രിയ തന്നെയാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം, ഒരു ചതി പ്രതീക്ഷിക്കാം. അതിനു മുന്നേ തന്നെ അവളെ നമ്മൾ നാഗലോകത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നശിപ്പിച്ചേ മതിയാകൂ. അവൾ ആദ്യ മത്സ്യനാഗിനിയായിരിക്കാം, പക്ഷേ അവൾ നമ്മളെ ചതിക്കും. നാഗലോകം നശിക്കും. നാഗങ്ങളായ പ്രജകളുടെ ഒന്നടങ്കമുള്ള അഭിപ്രായം കേട്ട് അവസാനം നാഗലോകം ഒന്നടങ്കം പ്രാർത്ഥനയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. വരുന്ന പൗർണമി രാവിൽ പ്രാർത്ഥനയെ വിളിച്ചു വരുത്തി മാന്ത്രിക വലയത്തിൽ അകപ്പെടുത്തി അവളെ ശിവദേവന് ബലിയായി നൽകണം. മത്സ്യനാഗിനിയെ ബലി നൽകുമ്പോൾ നാഗലോകത്തിലെ നാഗങ്ങൾക്കും ശക്തി കിട്ടും. പക്ഷേ ഇതെല്ലാം നാഗഗുരുദേവന് അറിയാമായിരുന്നു. നാഗഗുരു അതിന് സമ്മതിച്ചില്ല. ഇതൊന്നും പാടില്ലെന്ന് എതിർത്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വാദിച്ചെങ്കിലും നാഗഗുരുവിൻ്റെ വാക്കുകളെ ആരും വില കൊടുത്തില്ല. ഇയാൾ വെറും ഒരു ഗുരു മാത്രമാണ്. നാഗലോകം നശിച്ചാൽ ഇയാൾക്കെന്താണ്? ഇയാൾ ആ പ്രാർത്ഥനയ്ക്കൊപ്പമാണ്. ഇത്രയും പറഞ്ഞ് ഗുരുദേവനെ തന്നെ നാഗലോകത്ത് നിന്നും പടിയിറക്കി. ഗുരുദേവൻ പ്രാർത്ഥനയുടെ അടുത്തെത്തി. ആദി മത്സ്യനാഗിനി, അവിടുത്തെ കൊല്ലാൻ നാഗലോകം ഒന്നടങ്കം തന്ത്രപ്പാടിലാണ്. അവിടുന്ന് നാഗലോകത്തെ ഒരിക്കലും ചതിക്കില്ലെന്ന് എനിക്കറിയാം. പ്രദയുടെ മകളാണ് അവിടുന്ന്. ഒരിക്കലും അവിടുന്ന് നാഗലോകത്തെ ചതിക്കാനാകില്ല. പക്ഷേ അവർ അവിടത്തെ ചതിക്കും. ഗുരുദേവന്റെ വാക്കുകൾ കേട്ടതും പ്രാർത്ഥന ഞെട്ടി. പിന്നെ ഈ നാഗലോകം മുഴുവൻ ഞാൻ നശിപ്പിക്കും. പ്രാർത്ഥന, നിർത്ത്. അതാ എന്താ ഇത്? പ്രാർത്ഥന എങ്ങനെ നാഗകന്യകയായി? ഋഷിയേട്ട, ഒന്ന് സമാധാനിക്കേ.
എല്ലാം എല്ലാം ഞാൻ പറയാം. തെറ്റ് പറ്റിയത് ആർക്ക്? എനിക്കാണോ? ഇന്ദ്രദേവനാണേ സത്യം. ഈ നാഗലോകം ഞാൻ കത്തിക്കും. ആ